കർണാടകയിലെ ബേലൂരിൽ കേശവ ക്ഷേത്രം, വിജയനാരായണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ചെന്നകേശവ ക്ഷേത്രം ഹസൻ ജില്ലയിൽ 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന വേളാപുരി എന്നറിയപ്പെട്ടിരുന്ന ബേലൂരിൽ യകാശി നദിയുടെ തീരത്ത് 1117 രാജാവായ വിഷ്ണുവർദ്ധനന്റെ കാലത്താണ് ഈ ക്ഷേത്രം പണി കഴിക്കാൻ ആരംഭിച്ചത്. 3 തലമുറകളിലൂടെ പണിത ഈ ക്ഷേത്രം പൂർത്തിയാക്കാൻ ഏകദേശം 103 വർഷങ്ങളെടുത്തു. നിരവധി യുദ്ധങ്ങളെ ഈ ക്ഷേത്രം അതിജീവിക്കുകയുണ്ടായി. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ പലതവണ ക്ഷേത്രം നശിപ്പിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. ഹസൻ പട്ടണത്തിൽ നിന്ന് 35 കിലോമീറ്ററും ബംഗളൂരിൽ നിന്ന് 200 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ഹൈന്ദവ ദൈവമായ വിഷ്ണുവിൻ്റെ ഒരു രൂപമാണ് ചെന്നകേശവ, അഥവാ സുന്ദരനായ കേശവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. തുടക്കം മുതൽ സജീവമായി വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണിത്. മധ്യകാല ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഇത് ആദരപൂർവം വിവരിക്കപ്പെട്ടിരിക്കുന്നു. 12-ാം നൂറ്റാണ്ടിലെ നൃത്ത ജീവിതവും വാസ്തുവിദ്യ, ശില്പങ്ങൾ, ശിലാശാസനങ്ങൾ, തൂൺ ചിത്രങ്ങൾ, സംഗീതജ്ഞർ, രാമായണം, മഹാഭാരതം, പുരാണങ്ങളിലുള്ള ഹിന്ദു രചനകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ക്ഷേത്രകലാസൃഷ്ടികളായി ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം 1117 തലക്കാട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷ സൂചകമായി ഹൊയ്സാല ചക്രവർത്തിയായ വിഷ്ണുവർദ്ധനൻ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ജൈനമതത്തിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് മാറിയതുകൊണ്ട് ജൈന ക്ഷേത്രത്തിൽ കാണുന്നത് പോലെയുള്ള തൂണുകൾ ഇവിടെ ധാരാളം കാണാം. 64 മൂലകളുള്ള 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളുമായി ശില്പഭംഗി നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു നക്ഷത്രം പോലെയായിരിക്കും ഈ ക്ഷേത്രം കാണപ്പെടുന്നത്. ബേലൂർ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്ക് താഴെയായി കണ്ണാടിയുമായി നിൽക്കുന്ന സുന്ദരീ രൂപം കൊത്തിവെച്ചിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒട്ടേറെ രൂപങ്ങൾ ക്ഷേത്രച്ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. രാജാവായിരുന്ന വിഷ്ണുവർദ്ധനന്റെ ഭാര്യയായിരുന്ന ശകുന്തളാദേവിയുടെ സൗന്ദര്യമാണ് ഈ ശില്പങ്ങൾക്ക് എന്ന് പറയപ്പെടുന്നു. ചെന്നകേശവ ക്ഷേത്രത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള 38 സ്ത്രീ രൂപങ്ങളുണ്ട്. ശിലാബാലികമാർ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രധാന ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്ര മാതൃകയായി നിർമ്മിച്ച ആദ്യ രൂപമാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. ക്ഷേത്രത്തിനകത്ത് പ്രധാന മണ്ഡപത്തിനുള്ളിൽ ദശാവതാരം കൊത്തിയ തൂണുകൾ ഏറ്റവും ആകർഷണമാണ്. കല്ലുകൊണ്ടുണ്ടാക്കിയതുകൊണ്ട് ബെയറിങ്ങുകൾ കറങ്ങുന്ന രീതിയിലാണ് ദശാവതാര തൂൺ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ ഇത് കറക്കാൻ അനുമതിയില്ല. ഹൊയ്സാല രാജവംശത്തിലെ ആദ്യത്തെ രാജാവായ സാല സിംഹവുമായി യുദ്ധം ചെയ്യുന്ന ഹൊയ്സാല രാജ്യത്തിൻ്റെ രാജകീയ മുദ്രയായ ശില്പവും ഇവിടെ കാണാൻ സാധിക്കും. കരിങ്കല്ലിൽ പണിതീർത്ത ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 42 അടിയും 15 ടൺ ഭാരവുമുള്ള ഒറ്റക്കല്ലിലുള്ള ഗ്രാവിറ്റി പില്ലർ മറ്റൊരു അത്ഭുതമായി നിലകൊള്ളുന്നു. ഈ സ്തൂപത്തിന്റെ 3 മൂലകൾ മാത്രമേ തറയിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളൂ. തറയുടെ താഴെ നിന്ന് മുകളിലേക്കുള്ള കൊത്തുപണികൾക്ക് ഒരു ഘടനയുണ്ട്. ഏറ്റവും അടിയിൽ ശക്തരായ ആനകൾ, അതിനു മുകളിൽ ധൈര്യത്തെ കാണിക്കുന്ന സിംഹങ്ങൾ, വേഗതയുടെ പര്യായമായ കുതിരകൾ, വള്ളിപ്പടർപ്പുകൾ, പൂക്കൾ എന്നിവയെല്ലാം അലങ്കാരപ്പണികളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം.